തൃശൂർ മാളയിൽ 6 വയസ്സുകാരനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി ജോജോ റിമാൻഡിൽ. നാട്ടുകാരുടെ പ്രതിഷേധത്തിനിടെ കനത്ത സുരക്ഷയിലാണ് പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. ലൈംഗിക അതിക്രമത്തിന് മുതിർന്നപ്പോൾ കുട്ടി എതിർത്തതാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. 6 വയസ്സുകാരനെ കുളത്തിൽ തള്ളിയിട്ട് കൊലപ്പെടുത്തിയ പ്രതി ജോജോയുമായുള്ള തെളിവെടുപ്പിനായി കൃത്യം നടന്ന കുളത്തിനരികിലെത്തുമ്പോൾ സമീപത്താകെ ജനം തടിച്ചുകൂടിയിരുന്നു. പ്രതിയെ ജീപ്പിൽ നിന്നും പുറത്തിറക്കിയതോടെ പ്രതിക്ക് നേരെ ആൾക്കൂട്ടം ആഞ്ഞെടുത്തു. ഒരു ഘട്ടത്തിൽ പോലീസിന്റെ പിടിവിട്ടുപോകുമെന്ന സ്ഥിതിയുമായി. അവനെ ഞാൻ പിടിപ്പിക്കാൻ ശ്രമിക്കുന്ന പോലെ കാണിച്ചു. അപ്പൊ കൊതറി എനിക്ക് ഇതിനെ ദേഷ്യം കയറിയപ്പോ ഞാൻ നേരെ തട്ടിട്ടു. ഞാൻ കണ്ടു പോയി. സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടക്കുമ്പോൾ പ്രതിയുടെ മുഖത്ത് യാതൊരു കുറ്റബോധവും ഉണ്ടായിരുന്നില്ല. പിന്നീട് പ്രതിയെ തിരിച്ചു കൊണ്ടുപോകുമ്പോഴും ജനം പോലീസുമായി കയ്യാങ്കളിയുടെ വക്കിലെത്തി. വൈകിട്ടോടെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. രാവിലെ തന്നെ 6 വയസ്സുകാരൻ്റെ മൃതദേഹത്തിലെ ഇൻക്വസ്റ്റ് നടപടികൾ പോലീസ് പൂർത്തിയാക്കി. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾ. കൊല്ലപ്പെട്ട കുട്ടിയുടെ പിതാവ് വിദേശത്ത് നിന്നും രാവിലെ എത്തി. പ്രകൃതി വിരുദ്ധ പീഡനം എതിർത്തതിന് കുളത്തിലെ ചെളിയിൽ കുട്ടിയെ താഴ്ത്തി കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തിയത്. മുമ്പും കുട്ടികൾക്ക് നേരെ പ്രതി അതിക്രമം കാണിച്ചതായും പരാതിയുണ്ട്. വിശദമായ പരിശോധനയും ചോദ്യം ചെയ്യലും പൂർത്തിയാക്കിയതോടെയാണ് ജോജോ പോലീസിന്റെ പിടിയിലാകുന്നത്. കൊല്ലപ്പെട്ട കുട്ടിയുടെ വീടിന്റെ 1/2 കിലോമീറ്റർ മാത്രം ദൂരെയാണ് പ്രതിയുടെ വീട്. റിപ്പോർട്ടർ, തൃശൂർ.